കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പൂക്കളവും പിന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യയൊക്കെയാണ് അല്ലേ. സദ്യവട്ടത്തിൽ ഒരുപാട് തൊടുകുറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സദ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അവിയൽ അല്ലേ. അവിയൽ എല്ലാ നാട്ടിലും ഒരുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചക്കറികൾ ചേർക്കുന്നതിൽ മാത്രമേ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, പിന്നെ മലപ്പുറത്താണ്, പുള്ളിയുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള അവിയലാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിയലിൽ പാവയ്ക്കയില്ല എന്നുണ്ടെങ്കിൽ അവിയൽ ഉണ്ടാക്കത്തില്ല. നമ്മൾ കോട്ടയം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാങ്ങ ഇല്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. പിന്നെ അവർ ചേന ഒരുപാട് ചേർക്കും, പിന്നെ പയറോ ബീൻസോ അത് ഏതെങ്കിലും ഒരു ഐറ്റം അതും കുറച്ചധികം ചേർക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളരി, പിന്നെ പടവലങ്ങ, വഴുതനങ്ങ അതൊന്നും ഇതിൽ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ. കൂടുതലും മീനെ കട്ടി കൂടിയ പച്ചക്കറികൾ മാത്രമേ അതിനകത്ത് ചേർക്കാറുള്ളൂ. അപ്പം നമ്മളിന്ന് മലബാർ സ്റ്റൈലിലുള്ള ഒരു അവിയലാട്ടോ കാണിക്കുന്നത്. എല്ലായിടത്തും മലബാറിലെ എല്ലാ സ്റ്റൈലിലും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ 3 മരുമക്കളാണുള്ളത്. അവരും ഞാൻ മാത്രമുള്ള എറണാകുളത്തുനിന്നും, ബാക്കി എല്ലാവരും മലപ്പുറത്തുനിന്ന് തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടിലൊന്നും ഇതുപോലെ പാവയ്ക്ക ചേർക്കാറില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പാവയ്ക്ക ചേർക്കാറുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മളിന്ന് ആ ഒരു രീതിയിലുള്ള അവിയലാട്ടോ കാണിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിംഗീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. അവിയൽ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഈ എണ്ണ ഈ പാത്രത്തിൽ എല്ലാ വശത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോഴേ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുമ്പളങ്ങയാണ് ഇടുന്നത്. കുമ്പളങ്ങയോ വെള്ളരിക്കയോ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസോ അല്ലെങ്കിൽ പയറോ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. സാധാരണ അവരൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് ബീൻസ് ചേർക്കലുണ്ട്. കുറച്ചധികം ചേന, പച്ചക്കായ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ അതിൽ കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം കഴുകിയെടുക്കാം, അതും ഇതിലേക്ക് ചേർക്കാം. കുറച്ച് പാവയ്ക്ക, സവാള, മുരിങ്ങയ്ക്ക. ഇത് ഞാൻ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. നമുക്ക് വീട്ടിൽ ഉണ്ടായപ്പോഴത്തേക്ക് അധികം വന്നേ, അപ്പോൾ ഞാനിതിങ്ങനെ പ്രിസർവ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതാട്ടോ ഈ കളറിലിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ടതിന് ശേഷം ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വശത്തുനിന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പച്ചക്കറി വേകാൻ മാത്രമായിട്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓണാക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഇത് തുറന്നിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ചെറിയ തീയിലാണ് ഇത് വേവിക്കുന്നത്. ഇളക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിക്ക് പിടിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മളൊന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ വെള്ളം വറ്റുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അവിയലിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റ് ആട്ടോ ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഒരു നുള്ള് ജീരകം, ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ചിലർ അതിൻ്റെ അകത്തൊക്കെ വെളുത്തുള്ളി ചേർക്കലുണ്ട്, നമ്മൾ ചേർക്കാറില്ല കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇത് തുറന്നു നോക്കാം. അപ്പോൾ ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ. അതേപോലെ ഇതിലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണം വെന്തോ നോക്കേണ്ടത് ചേനയാണ്, ഒന്ന് ഞെക്കി നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചേന വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേനയാണല്ലോ ഇതിനകത്ത് കുറച്ച് വേവ് കൂടുതലുള്ളത്. കഷ്ണങ്ങൾ വെന്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ.
ഇനി ഇത് അടച്ചു വെക്കണ്ട, അടയ്ക്കാതെ തന്നെ ഈ തൈരിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അത് അടച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ തൈരിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളമാവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ തുറന്ന് തന്നെ ഇരുന്നോട്ടെ. തീ ഒരു മീഡിയം ഹീറ്റിലേക്ക് മാറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കഷ്ണം വേഗത്തില്ല. ഇതിലൊഴിച്ചേക്കണ തൈരും വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് മാത്രമേ ഇതിൻ്റെ അകത്ത് തൈര് വറ്റാനുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി അധികം ചേർത്തിട്ടുണ്ട്. തേങ്ങ കുറച്ചധികം കിടക്കുമ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് വരുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്ന് നമ്മൾ ചേർത്തേക്കുന്ന തേങ്ങ ഒന്ന് വേഗം മാത്രമായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം. ഉണ്ടോ, നമ്മൾ പാത്രത്തിൻ്റെ അടിയിൽ എണ്ണ തേച്ചേക്കുന്നതുകൊണ്ട് അടിയിൽ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇത് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ സദ്യ രീതിയിലുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊന്നും ഒരുപാടൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. അതാ ഇതേപോലെയായിട്ടായിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സെറ്റാവും.